അമ്മച്ചി യെസ് വരൂ. എന്താ പരിപാടി? ഇന്നെന്താണ് നീയല്ലേ ആവശ്യപ്പെട്ടത് മോമോസ് വേണമെന്ന്? ഓ, മോമോസ് ഉണ്ടാക്കാൻ പോകുന്ന? അപ്പോൾ അയിമായി കൊണ്ട് ബസ്സൊക്കെ കയറ്റി വിട്ടിട്ട് വന്നു. ഭയങ്കര മാക്രിയുടെ സൗണ്ട് കേട്ടോ, മഴയാണ്. അപ്പോൾ അയിമായി കൊണ്ട് വിട്ടിട്ട് സങ്കടത്തിൽ തിരിച്ചു വന്നപ്പോൾ അയാൻ പറഞ്ഞു അയാൻ മോമോസ് വേണമെന്ന്. എന്നാൽ പിന്നെ മോമോസ് ഉണ്ടാക്കിക്കളയാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഇന്നലെ മോമോസ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ്. അപ്പം നടന്നില്ല. ഇന്നെല്ലാം ഒതുക്കി കുറേ ജോലി ഒതുക്കലും വർക്കലും ഒക്കെ ആയിട്ട് അപ്പോൾ കബോർഡും കാര്യങ്ങളും ഒക്കെ ഒതുക്കി ഇൻഡക്ഷൻ കുക്കർ അവിടെ വെച്ചു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം മോമോസ് ഉണ്ടാക്കാൻ പോവാണ്. മോമോസ് ഉണ്ടാക്കാനായിട്ട് ഞാനപ്പോൾ ഇന്നലെ പ്ലാൻ ചെയ്ത് ഇന്നലെ നടന്നില്ല. പിന്നെ എന്തായാലും മോമോസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. ആദ്യം മോമോസിനുള്ള മാവ് കുഴയ്ക്കാൻ പോവാണ്. മൈദ, അതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് മാറ്റി വയ്ക്കാം. അപ്പം മാവ് ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ മിക്സ് ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ്റെ മിക്സ് ഉണ്ടാക്കാൻ ആദ്യം തന്നെ എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ എടുത്ത് മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ല പോലെ അങ്ങോട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇതാ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു സവാള കൊത്തിയരിഞ്ഞത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത്, കുറച്ച് പച്ചമുളക്, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ച് കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ആക്കി കഴിയുമ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോമോസിൻ്റെ ചട്നി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ 3-4 തക്കാളി എടുക്കുക. ഇതുപോലെ ഒന്ന് നെടുകെ കീറിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഉണക്കമുളകും ഒക്കെ കൂടെ ഇട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയത്ത് നമുക്ക് ഇതാ മാവ് പരത്തി വട്ടം മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു അടപ്പ് ഉപയോഗിച്ചാണ് വട്ടം മുറിച്ചെടുക്കുന്നത്. ഒരു വട്ടം പരത്തുമ്പോൾ നമുക്കൊരു 4-5 മോമോസിനുള്ള മാവ് കിട്ടും കേട്ടോ. ഇനി ഓരോ വട്ടവും കയ്യിലോട്ടെടുത്ത് അതിൻ്റെ നടുക്കോട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ നമുക്ക് ആക്കി എടുക്കാം കേട്ടോ. എൻ്റെ കഴിവിൻ്റെ പരമാവധി എടുത്ത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ചധികം ഷേപ്പുകൾ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം അപ്പച്ചമ്പിലേക്ക് വെള്ളം വെച്ചു. അതിലേക്ക് നമ്മളിതാ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുത്തൊന്ന് സ്റ്റീം ചെയ്യാൻ വെക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മോമോസിൻ്റെ ചട്നിക്കുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി വെന്ത തക്കാളികൾ ഇതാ തൊലി കളഞ്ഞ് ഓരോന്നായിട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ടു. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളും കൂടെ എല്ലായിട്ട് നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കി അങ്ങ് എടുത്തു. ഇനി ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ആ തക്കാളിയുടെ പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മോമോസിൻ്റെ ചട്നി റെഡിയാവും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മോമോസും സ്റ്റീമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുക്കാം. അടുത്ത പരിപാടി നമ്മുടെ സ്ഥിരം പരിപാടി തന്നെ ടേസ്റ്റിംഗ് ആണ്. ടേസ്റ്റ് ചെയ്യാൻ ഞാൻ ആദ്യം അയാനെയാണ് കേട്ടോ വിളിക്കുന്നത്. അയാന് വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. സംസാരിച്ച് തീരുന്നതിന് മുന്നേ കൈയിട്ട് വരുന്ന പരിപാടിയാണ് കേട്ടോ അയാൻ്റെതാ. അപ്പോൾ ഞാൻ ഒരു പീസ് എടുത്ത് വായിലോട്ട് വെച്ച് കൊടുത്തു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്കും കഴിക്കാം. ഉണ്ടെങ്കിലും തിന്നുന്നതെന്ന് പറഞ്ഞാൽ ഈ തൊലിയാണ്. ചിക്കൻ കഴിക്കില്ല, ചിക്കൻ എടുത്ത് മാറ്റും, എന്നിട്ട് ഈ തൊലി കഴിക്കും. അപ്പോൾ പിന്നെ അവളില്ലെങ്കിലും ഇത് ഉണ്ടെങ്കിലും കഴിക്കത്തില്ല. അപ്പം മോമോസ് ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം പുറകിലുള്ള ശബ്ദങ്ങളൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ട. മാത്രം ഭയങ്കര കരച്ചിൽ, വെള്ളം നിൽപ്പുണ്ട്, വെള്ളം കുടിക്കുന്നതൊക്കെ പറഞ്ഞു. അപ്പം ഈ മോമോസ് സിമ്പിളാണ്, നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരാം.